ഹലോ, നമസ്കാരം. ആൻസൺ കുറുമ്പത്തരത്ത്. ക്യാൻസർ ബാധിതനായ ഒരു കൊച്ചുകുട്ടി വേദന സഹിക്കാൻ കഴിയാതെ അവൻ ICUവിൽ കിടന്ന് കരയുകയാണ്. കരച്ചിൽ കേട്ട് സഹിക്കവയ്യാതെ അച്ഛൻ ഡോക്ടറോട് പറയുന്നുണ്ട്, ഡോക്ടർ, എൻ്റെ നെഞ്ചിൽ കിടന്ന് അവൻ ഉറങ്ങിക്കോളും. അവന് വേദനയുള്ളപ്പോൾ ഈ നെഞ്ചിൽ കിടത്തിയിട്ടാണ് ഞാൻ അവനെ ഉറക്കാറുള്ളത്. അതുകൊണ്ട് അവനോട് പറയണം, അവൻ്റെ അച്ഛൻ ഈ റൂമിൻ്റെ അപ്പുറത്ത് ചുമരിൽ നെഞ്ച് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്ന്. അയാൾ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, മോനെ, അച്ഛൻ പുറത്തുണ്ട്, അച്ഛൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടന്നോളൂ എന്ന്. അച്ഛൻ പറഞ്ഞതുപോലെ ഡോക്ടർ ആ കുട്ടിയുടെ ചെവിയിൽ പറയുകയാണ്, അച്ഛൻ തൊട്ടപ്പുറത്ത് അച്ഛൻ്റെ നെഞ്ച് ചേർത്ത് വെച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളത്. ഡോക്ടർക്ക് അറിയില്ലായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഡോക്ടർ കണ്ട കാഴ്ച, ഒരുപാട് മണിക്കൂറുകൾക്ക് ശേഷവും ആ അച്ഛൻ തൻ്റെ നെഞ്ച് ചുമരിനോട് ചേർത്ത് വെച്ച് ആ ICUവിൻ്റെ റൂമിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന കാഴ്ചയാണ്. പറഞ്ഞ വാക്ക് പാലിച്ച അച്ഛൻ. ചില വാക്കുകൾ, ചില അദൃശ്യമായ സാന്നിധ്യങ്ങൾ, കരങ്ങൾ, ജീവിതങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ ചില വേദനകളൊക്കെ മാറ്റുന്നത്. അസ്വസ്ഥതകൾക്ക് സാന്ത്വനമേകുന്നതും അതുതന്നെയാണ്. ചിലരൊക്കെ അപ്പുറത്ത് ഉണ്ട്, ചിലരൊക്കെ കൂടെയുണ്ട് എന്നുള്ള പ്രതീക്ഷ. ആ പ്രതീക്ഷ തന്നെയാകണം നമ്മെ നയിക്കേണ്ടതും. ചിലരൊക്കെ നമ്മുടെ കൂടെയുണ്ട്. നേരുന്നു ശുഭദിനം.